ഇമ്പാക്ട് ഇത് കേവലം ഈ രാഹുൽ ഗാന്ധിയെ തളർത്തുന്നു എന്നുള്ളത് മാത്രമല്ല, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു നിക്ഷേപമാണിത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ സഖ്യം തന്നെയായിരിക്കും ബീഹാറിൽ ഉണ്ടാവുക. ഒന്നും രണ്ടുമല്ല, 40 പറയുമ്പോൾ അത് ഇതിനകം തന്നെ FDI മാറുകയാണ്. ആ ഡിപ്പോസിറ്റ് ആണ് 2029 40 സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ ഇതേ ഫലം ആവർത്തിക്കുകയാണെങ്കിൽ ഒരു 35 സീറ്റ് വളരെ ഈസിയായി ഇന്ത്യക്ക് കിട്ടും. നിർണായകമാണ്. ഇക്കുറി ഉള്ളതിനേക്കാൾ മികച്ച പെർഫോമൻസ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണോ ഹിന്ദി ഹൃദയഭൂമി കീഴടക്കുന്നത്, സമാനമായൊരു ട്രെൻഡാണ്. എന്നാലും മോദി മന്ത്ര, മോദി തന്ത്ര, നിതീഷ് പ്രതിച്ഛായ, ഇത് മൂന്നും കൂടി ചേരുമ്പോൾ സ്വാഭാവികമായും അവിടെ NDAക്ക് വലിയ വിജയമുണ്ടാവുന്നു. 197 സീറ്റുകളിലാണ് NDA ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 43 സീറ്റുകളിലേക്ക് തേജസ്വി യാദവ് ചുരുങ്ങുന്നു. 75 ഉണ്ടായിരുന്ന RJDയെ 33ലേക്ക് താഴ്ത്തി കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് എന്തായാലും കോൺഗ്രസിന് എടുക്കാം. 19 ഇടങ്ങളിൽ നിന്ന് കോൺഗ്രസ് 5 ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്നു. അതേസമയം LJP ആണെങ്കിൽ 22 സീറ്റുകളിലേക്ക് വളരുന്നു. HM ആണെങ്കിൽ 4 സീറ്റുകൾ നിലനിർത്തുന്നു. RLM 1 സീറ്റ് കിട്ടുന്നു. ഇവിടെയാണ് എനിക്കൊരു ചൊല്ല ഓർമ്മ വരുന്നത്. നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ വളർത്തും, അവരും വളരും, നിങ്ങളെയും വളർത്തും. പക്ഷേ മോശ സുഹൃത്തുക്കളാണെങ്കിലോ ആ മോശം സുഹൃത്ത് സ്വയം തളർന്നു, കൂടെയുള്ളവരെയും തളർത്തി. അതിന് കുറച്ച് ദിവസം കൂടെ കണ്ടറിയാം BJP JDU വളർത്തുവോ തളർത്തുവോ എന്നുള്ളത്. കാരണം നിതീഷ് കുമാറിന് 2022 BJPയെ കുറിച്ച് ഇങ്ങനെ ആയിരുന്നില്ല അഭിപ്രായം. 2025 കൊല്ലാനാണ് താങ്കൾ വന്നിരിക്കുന്നത് എന്നാണ് അന്ന് നിതീഷ് കുമാർ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട്, അധികാരം കേന്ദ്രത്തിലായതുകൊണ്ട് JDU ഇന്ത്യ മുന്നണി വിട്ട്. ഇതേ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് ആരാ? രൂപീകരിച്ച ആളെ കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി. അതെ, അതാണ് സ്ട്രാറ്റജി. ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കും അപ്പുറത്തേക്ക് നിതീഷ് കുമാർ ഇനി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിതീഷ് കുമാറിന് 74 വയസ്സാണ്. അതെ, പക്ഷെ അത് ഇപ്പൊ അത് മോദി പറയൂല. ഇപ്പൊ അത് മോദി അമിത്ഷായും പറയൂല. ഇപ്പൊ പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഭരണം പോകും. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം. എന്തായാലും കാഴ്ചകൾ വളരെ വലിയ കാഴ്ചകളാണ്. ചെറിയ ലീഡല്ല, അത് വലിയ ലീഡാണ്. 2010 തനിയാവർത്തനം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തേജസ്വി യാദവ് ആണെങ്കിൽ 43 സീറ്റുകളിലേക്ക് മഹാഗഠബന്ധൻ ചുരുങ്ങുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. അതിൽ കോൺഗ്രസ് 5 സീറ്റുകൾ മാത്രമാണ്. ബീഹാർ പോലെ ഒരു കാലത്ത് ബീഹാറിന്റെ നിയമസഭ ഭരിച്ചിരുന്ന കോൺഗ്രസിന് 5 സീറ്റുകളിൽ മൂലക്കിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. ലെഫ്റ്റ് പാർട്ടിക്കും 5 സീറ്റുകൾ കിട്ടുന്ന അവസ്ഥയുണ്ടാവുന്നു. കോൺഗ്രസിലെ നേതാക്കൾ ആരും പുറത്ത് ചർച്ചയിൽ പറയാറില്ല. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എവിടെയാണ് CPM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിൽ 5 ഇടതുപക്ഷമുണ്ട്, ബീഹാറിൽ 5 കോൺഗ്രസും ഉണ്ട്. ബീഹാറിൽ എത്ര കോൺഗ്രസ് ഉണ്ടോ അത്രയും ഇടതുപക്ഷ MLA-മാർ കോൺഗ്രസിന് പറയാൻ എളുപ്പമാണ്. ചിഹ്നം കാണിച്ചാൽ മതി. കൈപ്പത്തി 5 സീറ്റ് എന്നുള്ളതാണ്. മറുഭാഗത്ത് നിൽക്കുന്നത് RJD ആണ്. 37 സീറ്റുകളേ ഉള്ളൂ. BJPക്ക് 87. എന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ, നിതീഷ് കുമാറിനെ സംബന്ധിച്ച് പോസിറ്റീവായ റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം PR സുനിൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. BJP ആസ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ ആദിൽ പാലോടുണ്ട്. അവിടെ ലഡു വിതരണത്തിനിടയിലായിരുന്നു നടക്കുകയാണ്. അപ്പോൾ ലഡു വാങ്ങി വെച്ചത് പാഴായിട്ടില്ല എന്നുള്ളതാണ്. രസഗുളയൊക്കെ വിതരണം ചെയ്തു തുടങ്ങി, ആഘോഷം തുടങ്ങി കഴിഞ്ഞു. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കാര്യമായ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. തേജസ്വി യാദവ് രാഘോപൂരിൽ ഇപ്പോഴും പിന്നിലാണ് എന്നുള്ള വിവരമാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും കാര്യമായ പ്രതികരണം വരുന്നില്ല. PR സുനിൽ വിശദീകരണങ്ങളൊന്നും വന്നില്ല. പരാജയത്തിന്റെ കാരണം എന്താണെന്ന് പറയുന്നില്ല. പരാജയം സമ്മതിച്ചിട്ടില്ല ഈ നിമിഷവും, അല്ലേ? അരുൺ, ഇന്ന് നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ സാധാരണ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ നെഹ്റു സ്മൃതിയിലെത്തി ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പൂക്കൾ അർപ്പിക്കുന്നതാണ്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉണ്ടായിരുന്നു, സോണിയാഗാന്ധി ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കണ്ടില്ല. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇവർ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചില ട്വീറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ആ ചിത്രം. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം വരും എന്നറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം ബീഹാർ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ നീക്കം രാഹുൽ ഗാന്ധി നടത്താൻ ശ്രമിച്ചതാണ്. അതിന്റെ ഭാഗമായാണ് വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഫയൽസ് ഒക്കെ തന്നെ പുറത്തിറക്കിയത്, വോട്ടർ അധികാര യാത്ര നടത്തിയത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ തന്നെ ബീഹാറിലെ SIR വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത്. ഏതായാലും അതൊന്നും തന്നെ ബീഹാറിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോലും അവിടെ കോൺഗ്രസിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സീറ്റ് വിഭജന
ചർച്ചയിലൊക്കെ തന്നെ വലിയ തർക്കമാണ് കോൺഗ്രസ് ഉയർത്തിയത്. അപ്പോൾ ഈ സീറ്റിനെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസ് ആനയെ പോലെ പെരുമാറും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസ് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കോൺഗ്രസിനെ ഒതുക്കിയിരിക്കുകയാണ്. 5 സീറ്റ് 5 സാധാരണ പറയാനുള്ളത് പ്രേക്ഷകരെ ബീഹാറിലുള്ള ഒരു ചോദ്യം 2 ഉത്തരം. ചിഹ്നം എന്താണ്? ബീഹാറിലുള്ള കോൺഗ്രസിന്റെ ലെഫ്റ്റിന്റെ അവസ്ഥ നമുക്ക് ഇങ്ങനെ കാണിക്കാം. വലത് കൈ നിങ്ങൾ ഉയർത്തിയാൽ അത് 5 സീറ്റുകൾ കോൺഗ്രസിന്, ഇടത്തേക്ക് ഉയർത്തിയാലും 5. ആ 5 സീറ്റുകൾ ഇടതുപക്ഷത്തിന്. 5 കോൺഗ്രസ്, 5 ഇടതുപക്ഷം, 5 കോൺഗ്രസ്, 5 ഇടതുപക്ഷം. ആ അവസ്ഥയിലേക്ക് വന്നു എന്നാൽ വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ.